ഹലോ വാട്സപ്പ് ഗൈസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേറെ ലെവൽ എൻ്റെ ഹിസ്റ്ററി ഒന്നുമല്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 10 സബ്സ്ക്രൈബറായെന്നാണ് അർത്ഥം. അത് നമുക്ക് 10 എണ്ണം കൂടെ കയറി 20 ആവും. എന്നിട്ട് കുറേ കയറി നമുക്ക് 30 ആവും. അങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് 1 മില്യൺ അടിക്കും. എൻ്റെ ആഗ്രഹം 1 മില്യൺ അടിക്കണമെന്നാണ്. അതാരാണ് ചെയ്തു തരേണ്ടത്? നിങ്ങൾ. നിങ്ങൾ തന്നെ 10 എൻ്റെ സബ്സ്ക്രൈബേഴ്സാക്കി. ഇനി നിങ്ങൾ 1 മില്യൺ വരെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ എത്ര വേണമെങ്കിലും മില്യണോ ട്രില്യണോ എന്ത് വേണമെങ്കിലും ആക്കിക്കോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടിലാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബിങ്ങിലും നിങ്ങളുടെ ഷെയറിങ്ങിലും അതുപോലെ നിങ്ങളുടെ ലൈക്സും ആ കാര്യങ്ങളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ കാരണം തന്നെ വേറെ ലെവലായിട്ട് തന്നെ നമ്മുടെ ചാനൽ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ആയി വരാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആയി വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് 10 ആയപ്പം നമുക്ക് എന്തുകൊണ്ട് അടുത്ത 10 എണ്ണം പിടിച്ചിട്ട് 20 ആക്കിക്കൂടാ? ഗൈസ്, എൻ്റെ ഒരു ചലഞ്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഇനിയും 10 എണ്ണം അടിക്കണം. അതിനു വേണ്ടി നിങ്ങൾ ഡ്യൂ സപ്പോർട്ട്. അതാണ് എൻ്റെ ആഗ്രഹം. 2 ആഴ്ച കൊണ്ട് നമ്മൾ 20 അടിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഒന്നുകൂടെ ഞാൻ പറയുവാണ്. അതുപോലെ ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ദേവനാരായണനല്ല, ദേവൻ. അവനും ഒരു ചാനലുണ്ട്, CR7PT എന്ന്. യൂട്യൂബിലോ ഗൂഗിളിലോ കണ്ട് നിങ്ങൾ പോയി അടിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി നിങ്ങൾ അടിച്ചു കൊടുത്താൽ ആ ചാനൽ കിട്ടും. CR7PT എന്ന് അടിച്ചു കൊടുത്താൽ മതി. ആരും ഇടാത്ത പേര് അവൻ ഇട്ടേക്കുന്നത്. അതിനകത്ത് അവൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നല്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അവനും ഈ 100 സബ്സ്ക്രൈബേഴ്സൊക്കെ അടിച്ചു കയറണമെന്നാണ് അവൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവന് വേണ്ടത്ര ആക്കിക്കൊടു. ഇപ്പം എനിക്ക് ആക്കാൻ പറ്റത്തില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവനെ. നിങ്ങളാക്കിക്കൊടു ഗൈസ്. ഞാൻ അവനെ പ്രൊമോട്ട് ചെയ്ത് പറയുവാണ് ഈ കാര്യമില്ല. ഗൈസ്, നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി താങ്ക് യു. ആൻഡ് ഇത്രയും നാൾ ഈ വീഡിയോസ് എല്ലാം കണ്ടിരുന്ന ഈ വീഡിയോസ് ഈ വീഡിയോസിൽ ഇൻട്രസ്റ്റ് കാണിച്ച് എല്ലാ ആൾക്കാർക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം എനിക്ക് കുറേ പറയാനുണ്ട്. എന്നെക്കുറിച്ചും വേറെ ആൾക്കാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പം ടൈമില്ല. ഞാൻ എൻ്റെ ഒരു ഡെഡിക്കേറ്റഡായിട്ട് തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും 10 സബ്സ്ക്രൈബർ എടുത്തത് നമ്മുടെ ഹിസ്റ്ററി തന്നെ, എൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ വേഴ്സ്റ്റ് ഹിസ്റ്ററി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഈ യൂട്യൂബിൽ സമൂഹത്തിലോട്ട് കടന്നു വന്നത് മുതൽ ഈ 10 സബ്സ്ക്രൈബർ ആയവിടം വരെ നമ്മൾ എണ്ണി ഈ ചാനലിനകത്ത് ഒരു വീഡിയോയിലൂടെ എൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരും. ആ വീഡിയോ അടുത്ത ആഴ്ച കണ്ടാണ് വരാൻ പോകുന്നത്. നാളെ നമ്മൾ GTA ചൈന ടൗൺ വാർസ് കളിക്കും. നാളെ അല്ല, മറ്റേ നാൾ തൊട്ട് നമ്മൾ ആ ഗെയിം തുടങ്ങും. എന്നിട്ട് എല്ലാ ദിവസവും എല്ലാ കണ്ടൻറ്റും കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ 10 പോരാ, എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും 10 അടിച്ചു കയറാൻ പറ്റും. ബട്ട് നമുക്കിതിനേക്കാളും മേളിൽ പോകണം. നമ്മളായിരിക്കണം ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാത്ത ചാനൽ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ നന്നായിട്ട് പൈസ ഉണ്ടാക്കണം. എനിക്ക് പൈസ ഉണ്ടാക്കണമെന്നില്ല, പൈസ കിട്ടും. നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പൈസ കിട്ടും, നിങ്ങൾക്ക് ഫൺ കിട്ടും, എനിക്ക് ഫൺ കിട്ടും, എല്ലാവർക്കും ഒരു ഫണ്ണാവട്ടെ. ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻ്റെ അവസ്ഥ വരുന്നത്, എൻ്റെ യൂട്യൂബിലെ അവസ്ഥ വരുന്നത്. അല്ലാതെ ഉള്ളത് എൻ്റെ സ്റ്റഡീസിലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മറ്റേ നാളെ തൊട്ട് നമ്മൾ GTA ചൈന ടൗൺ വാർസ് നമ്മൾ തുടങ്ങും. അതാരൊക്കെ എതിർത്താലും നമ്മൾ തുടങ്ങും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒന്നും പറയാറായിട്ടില്ല. കുറച്ച്
ഗൈസ്, 10 മിനിറ്റ് നമുക്ക് സെറ്റാക്കാം. സോ ഗൈസ്, 10 മിനിറ്റ് ആയാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. സോ ഗൈസ്, ഞാൻ വേറൊരു കാര്യം എന്തോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ യൂട്യൂബിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞു. എനിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ ചാനൽ മോശമാണോന്ന്. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ആർക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ വേണമെങ്കിൽ ചാനൽ കാണാതിരിക്കുമോ. നിങ്ങൾ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോ. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോ. പിന്നെ എൻ്റെ വീഡിയോസിൽ വല്ല ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് വല്ല ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ അതെല്ലാം കറക്റ്റ് ആക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പല നോയ്സസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതൊന്നും മൈൻഡാക്കാതിരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നെയ്ബേഴ്സാണ് അവരെല്ലാം. നെയ്ബേഴ്സല്ല, എൻ്റെ ഇവിടുത്തെ ബേബീസാണ് കേസ്. ഭയങ്കര അലാറാലാണ്. ഫോണൊക്കെ തട്ടിപ്പറിക്കാൻ വന്ന്. ഇത് 3ാമത്തെ പിക്കാണ് ഈ വീഡിയോ. ഈ പിക്ക് പോലും വിജയിക്കുമെന്ന് ആർക്കറിയാം. സോ ഗൈസ്, എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മറ്റന്നാൾ തൊട്ട് GTA ചൈനാടൗൺ വാർസ് തുടങ്ങും. സോ അന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്യേണ്ടവരെല്ലാം സപ്പോർട്ട് ചെയ്തോ. ഈ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ തുറന്ന് പറയുക. പിന്നെ ഹേറ്റ് ചെയ്യുന്നവർ എന്നോട് തുറന്ന് പറഞ്ഞു. പിന്നെ വീഡിയോസിൽ വല്ല ഡ്രോബാക്ക് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ വീഡിയോസിൽ വല്ല പോരായ്മ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കമൻസിലൂടെ നിങ്ങളത് എന്നോട് തുറന്ന് പറഞ്ഞോ. ഞാൻ കമൻസൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ്. ഇതുവരെ ആരും കമൻറ്റിൽ പറഞ്ഞിട്ടില്ല. ഞാൻ കമൻസ് ടേൺഡ് ഓഫ് ആക്കിയിരിക്കുമായിരുന്നു. ഇപ്പം എല്ലാം ഓണായി. സോ അതുകൊണ്ടൊക്കെ തന്നെ ഡു സപ്പോർട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ടില്ല എന്ന് പറയാം. സോ ഗൈസ്, ഈ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എനിക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉദിച്ചു വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാരും ഇടാത്ത പേരും അതുപോലെ ആരും ഇടാത്ത കണ്ടൻറ്റും ഒക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. എല്ലാ കണ്ടൻറ്റും എൻ്റെ ചാനലിൽ വരും, മറ്റുള്ളവരെ ട്രോൾന്ന് ഒഴിച്ചിട്ട്. മനസ്സിലായല്ലോ. സോ എൻ്റെ ചാനലിൽ എല്ലാ കണ്ടൻറ്റും ഡെയിലി ഒന്നും വരത്തില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ കിടന്ന് നിങ്ങൾ വഴക്കിടരുത്. ഞാനങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ അങ്ങനെ വഴക്കിടാതിരുന്നാൽ മതി. ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല, അങ്ങനെ ആൾക്കാർ വഴക്കിടാറുണ്ടായിരിക്കും. ഈ പേര് തന്നെ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറയുവാണെങ്കിൽ പേര് ഞാനൊരു ഡിഫറെൻറ്റ് നെയിം കിട്ടിയപ്പം എടുത്തിട്ടാണ്. അതുപോലെ എല്ലാം ഞാനിങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ലാസ്റ്റ് ഇങ്ങനെ ആയപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നതാണ് ഇൻട്രോ വീഡിയോയിൽ തന്നെ. സോ അതുകൊണ്ടൊക്കെ തന്നെ അന്ന് എനിക്കൊരു പാളിച്ച പറ്റിപ്പോയതൊന്നുമല്ല സത്യം പറയുവാണെങ്കിൽ. അന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുത്ത സാധനമാണ്. പക്ഷേ എനിക്ക് അന്ന് അങ്ങോട്ട് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് പേരൊക്കെ പൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചാനൽ അത്ര അങ്ങോട്ട് പോരാ എന്ന് എനിക്കും തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. അതുണ്ടെങ്കിൽ കമൻസിൽ അറിയിപ്പിച്ചേക്കുക. പിന്നെ 10 സബ്സ്ക്രൈബേഴ്സായതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ നാളെ ആയിരിക്കും. ഫുള്ള് സെലിബ്രേഷൻ ആയിരിക്കും നാളെ. ഗെയിമിംഗ് വീഡിയോ ടെന്നീസിൻ്റെ ഒരു ഗെയിം ഞാൻ കളിച്ച് അടുത്ത ആഴ്ചത്തേക്ക് റെക്കോർഡ് ചെയ്യാനിട്ടപ്പോഴേക്കും 10 എണ്ണമായി. സോ അതുകൊണ്ടൊക്കെ തന്നെ ഡു സപ്പോർട്ട്. ആൻഡ് ദിസ് ഈസ് യങ്ങർ ബോയ് സൈനിങ് ഔട്ട്. ഓക്കെ, സോ ബൈ. സോ ഗൈസ്, പിന്നെ പോകുന്നതിന് മുമ്പേ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ യൂട്യൂബിൽ വീഡിയോ ഇറക്കാൻ ഇച്ചിരി പാടാണ്. നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ നമ്മുടെ ചാനൽ ക്ലോസ് ആവുന്നൊന്നുമില്ല. പക്ഷേ ഒരാഴ്ചത്തേക്ക് വീഡിയോ ഒന്നും കാണത്തില്ല. സോ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചൈനാടൗൺ വാർസിൻ്റെ ഗെയിം പ്ലേയും
ഗെയിമിംഗ് വീഡിയോസ് എല്ലാം അങ്ങ് ഡിലേ അടിക്കും. നമ്മുടെ എല്ലാ വീഡിയോസും ഡിലേ അടിക്കും. അതുകൊണ്ടൊക്കെ തന്നെ സ്ട്രൈക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക ഗൈസ്. ഇതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്കൊരു വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. യൂട്യൂബ് ചെയ്ത് ശരിയായിരിക്കും തെറ്റായിരിക്കും എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇനി വരുവാണെങ്കിൽ എല്ലാം ഡിലേ അടിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ബൈ and do support, and this is younger boy signing out.